അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവാഹം, ധാർമ്മികത, സദാചാരം എന്നീ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം എന്നത് ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയിലോ അല്ലെങ്കിൽ ജീവിത മാർഗം എന്ന നിലയിലോ ഇസ്ലാമിന് അതിൻ്റെ തനതായ വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ധാർമ്മികത അതുപോലെ സദാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമുമായി തന്നെ ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. കാരണം വിവാഹം എന്നത് ഇസ്ലാമിന് അതിൻ്റേതായ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടും ലോകത്ത് ജീവിതത്തോടും വൈവാഹിക ബന്ധങ്ങളോടും വൈവാഹിക ബന്ധങ്ങൾ അപ്പുറമുള്ള വിവിധ തരത്തിലുള്ള ജീവിത ശൈലികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇസ്ലാം ഈ ഒരു ആശയങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രധാന ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ബെർട്രാൻഡ് റസ്സലിൻ്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന് പറയുന്ന രചനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഒരു രചന 1929 അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അന്ന് ഉണ്ടായിരുന്ന പലവിധ ധാർമ്മികതയും സദാചാരവുമായി ബന്ധപ്പെട്ടതും വിവാഹവും അത് ദാമ്പത്യ ജീവിതവും അതുപോലെ തന്നെ പാരൻറ്റിങ് കുട്ടികളുടെ മക്കളുടെ വളർച്ചയും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹികമായ പരിരക്ഷ എന്ന് തുടങ്ങിയ പലവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ മതപരമായ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ രചനകളിൽ, അദ്ദേഹത്തിൻ്റെ ഈ ചിന്തയിൽ ശക്തമായ സ്വാധീനവും കൂടി ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ രചനയുടെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ നിയമങ്ങളും ജീവിതത്തോടും ദാമ്പത്യത്തോടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോടും ഉണ്ടായിരുന്ന പലവിധ സാംസ്കാരിക മാനങ്ങളും നിയമങ്ങളും ആശയങ്ങളുമെല്ലാം അത് കാലപ്പഴക്കം വന്നതാണെന്നും ഒരു തരത്തിൽ അത് ഈ കാലത്ത് ആധുനിക കാലത്ത് വാലിഡ് ആവുകയില്ല എന്നുമാണ് അദ്ദേഹം ആ ഒരു വിഷയത്തിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രചനയുടെ അവലോകനത്തിന് മുമ്പ് ഈ രചനയെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ബെർട്രാൻഡ് റസ്സലിനെ പോലുള്ള വളരെ പ്രമുഖനായ ഒരു ബുദ്ധിജീവി ഈ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാട് സമർപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. വിക്ടോറിയൻ മൊറാലിറ്റി എന്നാണ് ആ കാലഘട്ടത്തെ വിളിക്കുന്നത്. 1837 മുതൽ 1901 വരെ ജീവിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇദ്ദേഹത്തെ, ബെർട്രാൻഡ് റസ്സലിനെ പോലുള്ള ആൾക്കാരെ ഈ തരത്തിൽ വളരെ വ്യത്യസ്തമായും വ്യതിരിക്തമായും ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കേണ്ടതുണ്ട്. അന്ന് ആ ഒരു സെൽഫ് ഡിസിപ്ലിനെക്കുറിച്ചും റെസ്പെക്റ്റാബിലിറ്റിനെക്കുറിച്ചും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മിഡിൽ ക്ലാസിൻ്റെ ഒരു വളർച്ച, ആ മിഡിൽ ക്ലാസിൻ്റെ വളർച്ചയും അതിൻ്റെ കൂടെ തന്നെ ഇവാഞ്ചലിക്കൽ റിലീജിയസ് വിഭാഗങ്ങളുടെ ഒരു സമ്മിശ്രമായ വളരെ മിക്സഡ് ആയ ഒരു രാഷ്ട്രീയ മതപരമായ പശ്ചാത്തലവും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ലൈംഗികമായ സെക്ഷുവൽ റിസ്ട്രെയിനിനെ കുറിച്ചും ഒരു റിപ്രഷനെക്കുറിച്ചുമുള്ള ചർച്ചകൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. കാരണം അവർ മുന്നോട്ട് വെച്ചത് ചാസ്റ്റിറ്റിയുടെയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സദാചാര ധാർമ്മികതയുടെ പേരിൽ പലവിധ മാനങ്ങളെ, പ്രത്യേകിച്ച് ദാമ്പത്യവും ലൈംഗികവുമായ വിഷയങ്ങളെ അവർ അടിച്ചമർത്താൻ ശ്രമിക്കുകയും എന്നാൽ അതേ സമയം തന്നെ ഒരു തരത്തിലുള്ള ഒരു സെക്ഷുവൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആ കാലത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ വിർച്യു, അവളുടെ മൂല്യം പരമാവധി പരിരക്ഷിക്കണമെന്നും സംരക്ഷിക്കണമെന്നും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുകയും അതേസമയം തന്നെ പുരുഷൻ്റെ ലൈംഗിക സെക്ഷുവൽ നീഡ്സിന് യാതൊരുവിധ പരിമിതികളുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ റെസ്പെക്റ്റാബിലിറ്റി എന്ന് പറയുന്നൊരു ആശയമുണ്ടല്ലോ, ആരിൽ നിന്നാണ് ആദരവ് പ്രതീക്ഷിക്കുന്നത്? അത് സ്ത്രീയിൽ നിന്നാവണം.
പുരുഷനിൽ നിന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പടിഞ്ഞാറൻ ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, യൂറോപ്യൻ ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീക്ക് പ്രത്യേകിച്ച് സമൂഹത്തിൽ പ്രധാനം ഒരു റോളും ഉണ്ടായിരുന്നില്ല. അടിമ വ്യവസ്ഥയെക്കുറിച്ച് ശക്തമായ ഒരു വിമർശനാത്മകമായ കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നെങ്കിൽ പോലും അടിമ സംവിധാനം ഏതൊക്കെയോ തരത്തിൽ ആ കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയായി കരുതുന്ന ഒരു കാലഘട്ടം. ആ സ്ത്രീക്ക് സ്വന്തമായ അവർക്ക് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ഈ വോട്ട് അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അതുപോലെ തന്നെ മക്കളുടെയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും പ്രത്യേകിച്ചൊരു പങ്കാളിത്തവും സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു തുടക്ക കാലഘട്ടവും കൂടാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിക്കുന്നു, യൂറോപ്പിൻ്റെ നവോത്ഥാനത്തിനൊക്കെ ഒരുപാട് വളർച്ചകൾ ഉണ്ടാവുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്തു വേണമെന്ന് യൂറോപ്യൻ പണ്ഡിതന്മാർ ബുദ്ധിജീവികൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടവും കൂടാണ്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം 1929 ഈ തരത്തിലുള്ള ചിന്ത ബെർട്രാൻഡ് റസ്സൽ മുന്നോട്ട് വെക്കുന്നത്. കാരണം അന്ന് സ്ത്രീകളെക്കുറിച്ച് കരുതിയിരുന്നത് പൊതുവായി അവർ വാല്യൂ ആയി കണ്ടിരുന്ന ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവുക, അതുപോലെ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു വിഷയമായി കാണുക. ഇതൊക്കെ ആണുങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റാണ്, സ്ത്രീകളുടേതല്ല. കാരണം ഒരു ജെൻഡർ എന്ന നിലയിൽ ഒരു വളരെ വ്യക്തമായ തരത്തിലുള്ള രണ്ട് സെപ്പറേറ്റഡ് സ്ഫിയർ അവരുണ്ടാക്കി വെച്ചിരുന്നു. ആണുങ്ങൾക്ക് വർക്കിലും ജോലികളിലും രാഷ്ട്രീയത്തിലും അവരുടെ ഭൗതികമായ വ്യവഹാരങ്ങളിലും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാമെന്നും സ്ത്രീകൾക്ക് സ്വകാര്യമായ വീടകങ്ങളിലുള്ളിലുള്ള ഡൊമസ്റ്റിക്കായ ഒരു കാര്യങ്ങൾ മാത്രം ഇടപെടുക. അതിൽ വീടെന്ന് വെച്ചാൽ വീട്, മൊറാലിറ്റി, ഇമോഷൻ, സബ്മിഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ മാത്രമാണ് സ്ത്രീകളുടെ ഒരു ഇടപെടലുകളുള്ളൂ, എൻഗേജ്മെൻ്റ് ഉള്ളൂ. പുറത്തു കാര്യത്തിലേക്ക് അവർക്ക് എൻഗേജ്മെൻറ്റ് ഈ കാലത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പബ്ലിക് വിർച്യൂ വേഴ്സസ് പ്രൈവറ്റ് വിർച്യൂ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പബ്ലിക്കായി ഇടപെടേണ്ടത് അതൊക്കെ ആണുങ്ങളാണ്, പെണ്ണുങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു ഇടപാടുണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെ ഈ പബ്ലിക്കായി ഇടപെടുമ്പോൾ ഒരേ സമയം തന്നെ പെണ്ണുങ്ങൾക്ക് മൊറാലിറ്റി കീപ്പ് ചെയ്യണം, സദാചാരം വേണമെന്ന് പറയുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ അതേ കാലഘട്ടത്തിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ശക്തമാവുന്ന ഒരു കാലഘട്ടം, വ്യഭിചാരം അതൊരു സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഒരു കാലഘട്ടം, പോർണോഗ്രഫി എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ തരത്തിലുള്ള ആണുങ്ങൾക്ക് വ്യവഹരിക്കാൻ പറ്റുന്ന ഒരു പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിഫോം, ആർക്കാണ് റിഫോം എന്ന് പറയുന്നത് ഈ സ്ലേവറിയൊക്കെ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഈ ചൈൽഡ് ലേബർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കൊണ്ടുവന്നെങ്കിൽ പോലും പലപ്പോഴും അത് താഴെത്തട്ടിലേക്ക് പോകുന്നില്ല. അപ്പർ കാസ്റ്റ്, മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു തരത്തിലുള്ള സോഷ്യൽ റിഫോമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം, അതുപോലെ തന്നെ ആ വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ തൊഴിലിടങ്ങളിലുള്ള അവരുടെ ആബ്സെൻസ്, അവരുടെ അസാന്നിധ്യം, പുരുഷന്മാരുടെ കയ്യിലുള്ള ഒരു ആധിപത്യം, ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതൃപ്തരായ, ഒട്ടും തൃപ്തിയില്ലാത്ത സ്ത്രീജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് ഈ ബുക്കിനെ പരിചയപ്പെടാൻ പറ്റുന്നത്. ഈ ബുക്കിൽ അദ്ദേഹം പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നുണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ മൊറാലിറ്റിയെ ശക്തമായി വിമർശിക്കുന്നത് കാണാം. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് സ്ത്രീകളുടെ സെക്ഷൽ മൊറാലിറ്റിയെ പ്രത്യേകം അദ്ദേഹം കേന്ദ്രീകരിക്കുന്നു. അത് ആ സമയത്തുണ്ടായിരുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം കൂടുതൽ വിമർശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലീജിയസ് ടാബു എന്ന് അദ്ദേഹം അവലോകനം ചെയ്യുന്നതെല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉള്ളത് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻസും കുറച്ച് യഹൂദ മത സംവിധാനങ്ങളുമാണ്. അപ്പോൾ മതത്തെ അദ്ദേഹം വിമർശിക്കുന്നത് ഇത് ഇസ്ലാമിലേക്ക് യാതൊരു ബന്ധവുമില്ല. യൂറോപ്യൻ ലോകത്തെ സ്ത്രീകളുടെ ആ ഒരു ജിയോഗ്രഫിയെയും അവിടുത്തെ ഡെമോഗ്രഫിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ബെർട്രാൻഡ് റസ്സലിൻ്റെ രചനയെ കാണേണ്ടത്. അല്ലാതെ ഇസ്ലാമിക ലോകത്തെയോ മുസ്ലിം ലോകത്തെയോ അവിടുത്തെ ജീവിതത്തെ വെച്ചല്ല കാണേണ്ടത്. കാരണം ഇസ്ലാമിക ലോകത്ത് അന്ന് ഇൻഹെറിറ്റൻസ്
സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പബ്ലിക് സ്ഫിയറിൽ സ്വതന്ത്രമായി വ്യവഹരിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അവർ വിവിധ മേഖലകളിൽ അവർ പലവിധ നേതൃത്വങ്ങൾ അവർ നയിച്ചിരുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ നേതൃത്വപരമായ ലീഡർഷിപ്പ് തന്നെ അവർക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇതൊക്കെയും ഈ ഒരു പശ്ചാത്തലമൊന്നും അല്ല ബൽറാം റസ്സലിനെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെയും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വിക്ടോറിയൻ മൊറാലിറ്റിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. റിലീജിയസ് ടാബു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്ന റിലീജിയസ് ആയ ടാബുവിനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന എക്കണോമിക് നെസസിറ്റി എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കിയൽ സംവിധാനമാണ് യൂറോപ്പിലും ഉണ്ടായിരുന്നത്. ഒരു പാട്രിയാർക്കിക്കൽ സംവിധാനമാണ് അത്. നമുക്കറിയാമല്ലോ, ഒരു തരത്തിലുള്ള അവിടെ ഒരു മേൽ അധികാരി വർഗം ഉണ്ടാവുക, ഒരുപാട് ഫാമുകൾ ഉണ്ടാവുക, അവരുടെ കീഴിൽ ആൾക്കാർ വർക്ക് ചെയ്യുക, അങ്ങനെ കുടുംബത്തിൽ തന്നെ മക്കളെ ഉണ്ടാക്കുന്നത് പോലും നേരിട്ട് അവരെ ലേബറിലേക്ക് എത്തിക്കുക, ആണുങ്ങൾ കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആണുങ്ങളെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുക, ആൺമക്കൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുക, ആൺമക്കളെ കൂടുതൽ ലേബറിനായി ഉപയോഗിക്കുക, സ്ത്രീകളെ ആ മേഖലയിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക എന്നൊക്കെ പറയുന്ന വിവിധ തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെയാണ് അദ്ദേഹം ഈ ഒരു രചനയിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ, അതിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു ഗിൽറ്റ്, ഷേം, അതായത് ഒരു കുറ്റബോധം, സെക്സ്, ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാം ഒരു സംസാരിക്കുന്നത് പോലും, പബ്ലിക്കായി സംസാരിക്കുന്നത് പോലും ഗിൽറ്റായി കാണുക, അതൊരു ഷെയമായി കാണുക, ഒരു ഡിസീറ്റായി കാണുക, ഒരു മോശം എന്ന് പറയുന്ന ഒരു കുറ്റകരമായ ഒരു കാര്യമായി കാണുക എന്നൊക്കെയായിരുന്നു അക്കാലത്ത് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെയും അതൊരു സപ്രഷൻ, അത് ഒരാളുടെ പ്രകൃതിപരമായ നാച്ചുറലായ എർജിനെ, താല്പര്യങ്ങളെ സപ്രസ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള നയനിലപാടുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഇവർക്കിടയിൽ രൂപപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് റസ്സൽ ഈ ഒരു കാഴ്ചപ്പാടിനെ ശക്തമായി വിമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തരത്തിലുള്ള ഒരു നാച്ചുറലായ താല്പര്യങ്ങളെ അടിച്ചമർത്തുന്ന, സപ്രസ് ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതും അതൊക്കെയും വളരെ നാച്ചുറലായ ഒരു ബിഹേവിയറാണ്, അതിനെ അംഗീകരിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അത് വളരെ അത്യാവശ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെയും സദാചാരമാണ്, ഇതൊക്കെയും ധാർമ്മികതയാണെന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഇതല്ല ധാർമ്മികത എന്ന് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതാണ് ധാർമ്മികത എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ അതൊരു സൈക്കോളജിക്കലി അൺഹെൽത്തിയായ ഒരു സാഹചര്യമായിരിക്കും മനുഷ്യനിൽ ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക, ഈ ഗിൽറ്റ്, ഷേം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത്? സെക്സ് എന്ന് പറയുന്നതിനെ ഇസ്ലാം ഒരിക്കലും ഒരു ഗിൽറ്റായിട്ട് കാണുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മദ്രസ സംവിധാനങ്ങളിൽ പോലും ആദ്യ ഘട്ടങ്ങളിൽ പോലും ഒരു കുട്ടി വളർന്നു വരുന്ന ആദ്യത്തെ ക്ലാസ്സുകളിൽ പോലും അവരുടെ ഈ ആർത്തവരക്തത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ലൈംഗിക ബന്ധത്തെക്കുറിച്ചും വലിയ ശുദ്ധിയെയും ചെറിയ ശുദ്ധിയെക്കുറിച്ചുമുള്ള ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ശരിയായ രീതിയിൽ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതൊരു ഗിൽറ്റായിട്ടല്ല പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ലൈംഗിക ബന്ധത്തെ ഒരു തരത്തിൽ ഇബാദത്തായിട്ട്, ആരാധന കർമ്മമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പറയുന്നതായി കാണാം. അപ്പോൾ സഹാബിമാർ ചോദിക്കുന്നു, അതെങ്ങനെയാണ് ഒരു ഇബാദത്തായി മാറുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ്യഭിചാരം എന്നത് ഹറാമാണെങ്കിൽ, എന്നാൽ അതിന് നേരെയുള്ളത് ഈ വെഡ്ലോക്കിലുള്ള ലൈംഗിക ബന്ധം അത് ഹലാലായി മാറുന്നു, അതെല്ലാം ഇബാദത്തായിട്ടാണ് കാണേണ്ടത് എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാം. അതൊരിക്കലും ഗിൽറ്റായിട്ടല്ല ഇസ്ലാം പറയുന്നത്, വളരെ അഭിമാനപൂർവ്വം കാണേണ്ട, സന്തോഷത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒരു കാര്യമെന്ന നിലയിലാണ്. കാരണം ആ ഒരു ചർച്ചയെ വളരെ സുന്ദരമായ രീതിയിലാണ് ഇങ്ങനെ ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നത് പോലും. നമുക്കതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമുണ്ട്. ഈ അന്നത്തെ ഒരു ഹിപ്പോക്രസീനെ അദ്ദേഹം ഈ രചനയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്.
നാം നേരത്തെ പറഞ്ഞതുപോലെ ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ സ്ത്രീകൾക്ക് ഈ തരത്തിലുള്ള യാതൊരു ഇടപാടുകളെയും അംഗീകരിക്കാത്ത, അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാനോ അവർ പരമാവധി വിർച്വസ് ആയിരിക്കുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് ഈ അന്നത്തെ യൂറോപ്യൻ സദാചാര ബോധത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം അതിനെ വിമർശിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം നേടണമെന്നും ആ ഒരു തരത്തിലേക്ക് വളരണമെന്ന് പറയുന്ന പാഠങ്ങൾ ധാരാളം ഇസ്ലാമിൽ കാണാം. ഏത് ആണുങ്ങൾക്ക് ഏത് തരത്തിലാണോ ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവേണ്ടത്, അതേ വിവരം തന്നെ ഒരു സ്ത്രീക്കും ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ഒരു ഹദീസ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനിസ്തതാ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. നിങ്ങളിൽ ബാഅത്ത് കഴിയുന്നവരാരാണോ അവർ വിവാഹം കഴിക്കട്ടെ എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഈ ബാഅത്തിനെ വിശദീകരിക്കുന്നത് കാണാം. അത് ഒരു പണ്ഡിതന്മാർ പറയുന്ന ബാഅത്ത് എന്ന് പറയുന്നത് സെക്ഷുവലി പെർഫോമൻസിന് കഴിയുക എന്നതാണ്. ലൈംഗിക ബന്ധത്തിന് കഴിയുന്നതിനെയാണ് ബാഅത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കുന്നത് എക്കണോമിക്കൽ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയാണ് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനത്തിൽ തന്നെ 2 പോയിന്റുകൾ അടങ്ങിയിരിക്കുന്നു. ഒരേ സമയം തന്നെ സെക്ഷുവലി ഏബിൾ ആവുകയും രണ്ടാമത് ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആവുകയും ചെയ്യുന്ന ആരുണ്ടോ അവർ വിവാഹം കഴിക്കട്ടെ എന്നാണ് ആ ഹദീസിൻ്റെ തന്നെ അർത്ഥം. എന്ന് വെച്ചാൽ ഇത് ആണിനോടും പെണ്ണിനോടും ചേർത്ത് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ ചേർത്ത് പറഞ്ഞതാണ്, കാരണം ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇത് യൂറോപ്യൻ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നതും ഇസ്ലാമുമായി ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിശദീകരിച്ചത്. മറ്റൊന്ന്, ഈ യൂറോപ്യൻ കാലഘട്ടത്തിലെ ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ ഒരു ഡൈവോഴ്സ് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മെൻറ്റാലിറ്റിയിൽ ഒരു പാതകം പോലെ കരുതുന്ന ഒരു പശ്ചാത്തലം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൈവോഴ്സ് നേടുവാൻ വേണ്ടി അഡൾട്ടറി, വ്യഭിചാരം സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനൊരു ഫേക്കിംഗ് അഡൾട്ടറി രൂപപ്പെടുത്തുക, എന്നിട്ട് അത് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ മാരേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ പോലും അവർ നടത്തുന്നു. എന്ന് വെച്ചാൽ മാരേജ് എന്ന് പറയുന്നത് എത്രത്തോളം അന്നത്തെ യൂറോപ്യൻ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമായിരുന്നു എന്നാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുവാൻ കഴിയുന്നത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാം. കാരണം ഇസ്ലാമിൽ വിവാഹത്തെ കാണുന്നത് അത് ഒന്ന് തസ്കുനു ഇലൈഹ എന്നാണ്. അത് ശാന്തി നേടുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് ഇസ്ലാമിൽ ഈ വിവാഹത്തെ കാണുന്നത്. സൂറത്തു റൂമിൽ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിൻ ആയാത്തിഹി, അവൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ, അവൻ്റെ സൈനുകളിൽപ്പെട്ടതാണ്. എന്തിനാണ് ആ ഇണകളെ സൃഷ്ടിച്ചത്? തസ്കുനു ഇലൈഹ, അതിലേക്ക് നിങ്ങൾക്ക് ശാന്തി കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതായത് വിവാഹത്തെ ഒന്നാമത് ഒരു കാംനെസ്, ഒരു പീസിനെയാണ് വിവാഹം കൊണ്ട് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. ഖുർആൻ അതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. രണ്ടാമത് എന്തിനാണ് അതാക്കിയേക്ക്? നിങ്ങൾക്ക് ഈ വിവാഹം ആക്കി തന്നത് മവദ്ദത്തൻ, നിങ്ങൾക്കിടയിൽ ഒരു കമ്പാഷൻ ഉണ്ടാവാനുണ്ട്, അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ, ഒരു ലവ് എന്നൊക്കെ മവദ്ദത്തിന് അർത്ഥം പറയാം. ഒരു പ്രണയം, ഒരു അനുരാഗം, ഒരു അങ്ങേയറ്റമുള്ള ഒരു സ്നേഹം എന്നൊക്കെ മബദ്ധത്തിന് പറയാം. മൂന്നാമത് അള്ളാഹു പറയുന്നത് റഹ്മത്തൻ, ഒരു മെഴ്സി, ഒരു കാരുണ്യമായിക്കൊണ്ടാണ്. എന്നിട്ട് ചേർത്ത് പറയുന്നത് ഇന്നഫി ദാലിക ല ആയാത്തിൽ ഖൗമി യതഫക്കറൂൻ, കാരണം ഈ കാര്യത്തിൽ ചിന്തിക്കുന്ന ജനത്തിന് തെളിവുകളുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കുക, വിവാഹത്തെ ഇസ്ലാം കാണുന്നത് ഒരു ഭാരമേറിയ, ഒരിക്കലും താങ്ങാൻ പറ്റാത്ത, കുടുങ്ങിപ്പോകുന്ന ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ചിട്ടല്ല. പകരം വിവാഹത്തെ ഇസ്ലാം കാണുന്നത് ഒന്നാമത് പറയുന്ന അസ്വാജൻ, ഇണ എന്നാണ്. കാരണം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പദത്തിൽ പോലും ഒരു അതോറിറ്റിയുടെ ഒരു സ്വരമുണ്ട്. കാരണം ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളും എന്നാണല്ലോ ഭാര്യ ഭർത്താവ് എന്നതിൻ്റെ അർത്ഥം.
പക്ഷേ ഖുർആനിൽ ഈ പാർട്ട്ണർ എന്നുള്ള അർത്ഥത്തിൽ ഇണ തുണ എന്ന് പറയുന്ന ഒരു ആശയമാണ്. പാർട്ട്ണർ എന്നാണ് ഈ പറയുന്ന ഈ ഹസ്ബൻഡ് വൈഫിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സൗജി അല്ലെങ്കിൽ അസ്വാജ് എന്നുള്ള പദത്തിലൂടെയാണ്. അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത് പറഞ്ഞില്ല തസ്കുനു ഇലൈഹ സുക്കൂൻ, ശാന്തിക്കാണ്. വിവാഹത്തിലൂടെ ഒരാൾക്ക് ലഭിക്കേണ്ടത് ശാന്തിയും സമാധാനവുമാണ്, പ്രയാസമല്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വിവാഹം ഒരാൾ ഖൈറുക്കും ലി അഹ്ലിക്കും അല്ലെങ്കിൽ ഖിയാർക്കും ലി അഹ്ലിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? നിങ്ങളുടെ കുടുംബത്തോട്, പ്രത്യേകിച്ച് ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അതായത് ഭർത്താവിനോടാണ്, ഭർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ ഭർത്താവ് എന്ന് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഹസ്ബൻഡിന് ഭർത്താവ് എന്നുള്ള പദം മാത്രമാണുള്ളത് കൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഭർത്താവിനോട്, ആണുങ്ങളോടാണ് പറയുന്നത്, സ്വന്തം ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാരാണോ അവരാണ് എൻ്റെ ഖൗമിലെ ഏറ്റവും നല്ലവർ എന്നാണ് പറയുന്നത്. കാരണം ശാന്തി അത് പെണ്ണിൽ നിന്ന് മാത്രമല്ല പ്രതീക്ഷിക്കേണ്ടത്, ആണും കൂടെ എൻഗേജ് ചെയ്യുമ്പോഴാണ് ഒരു ശാന്തി, സമാധാനം, കാംനെസ്, ട്രയാങ്കുലിറ്റി രൂപപ്പെടുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് മാത്രമല്ല വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, ഒരു പരിണയം, ഒരു അനുരാഗം, സ്നേഹം, പ്രണയവും വിവാഹത്തിൽ അനിവാര്യമായി മാറുന്നു. അത് രണ്ടുപേരും ഒരുപോലെ ഷെയർ ചെയ്യേണ്ടതാകുന്നു. വറഹ്മത്തൻ, കാരുണ്യവും കൂടാണ്. കാരണം കരുണ ഒരാൾക്ക് വിട്ടുവീഴ്ചയും പൊറുക്കലും അങ്ങോട്ടുള്ള റീകൺസിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട്ണറിനെയാണ് വിവാഹം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ അവസാനം ഇന്ന ഫീ ദാലിക ആയാത്തിൽ ഖൗമി യതഫക്കറൂൻ, ഇതിൽ ചിന്തിക്കുന്നവർക്ക് യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഖൗമിന് ഈ പറയുന്ന കാര്യങ്ങളിൽ തെളിവുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെയാണ് യൂറോപ്യൻ കൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹം അവലോകനം ചെയ്യുന്ന ഒരു മാരിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് അദ്ദേഹം പറയണത്, ഇത് ഇങ്ങനെയുള്ള വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് വെച്ചാൽ അൺവാണ്ടഡായ കുട്ടികളെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികളെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് അത് വളരെ മോശമായൊരു പശ്ചാത്തലത്തിലാണ് അന്നുണ്ടായിരുന്നത്. അതിന് ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയുന്നുണ്ട്. അതായത് ഈ പോവർട്ടി, ദാരിദ്ര്യത്തിലുള്ളവർ കുട്ടികളെ ഉണ്ടാക്കുന്നത് കൊടിയ ദാരിദ്ര്യത്തിലേക്കായിരിക്കും അവരെ ഉണ്ടാക്കുന്നത്. അതായത് കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് കുട്ടികളെ തള്ളിവിടുന്നത്. സമ്പത്തുള്ളവർക്ക് ആ പ്രശ്നം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദാരിദ്ര്യമുള്ളവർ കുട്ടികളുടെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്നും ആ ഒരു സമയത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ചില നിയമങ്ങളൊക്കെയും നടപ്പിലാക്കാൻ നല്ലതാണെന്നൊക്കെ രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം ഈ ചിന്തയിൽ പറയുന്നുണ്ട്. എത്രത്തോളം ഒരു പ്രശ്നമുള്ള, പ്രോബ്ലമറ്റൈസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രസ്താവനയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇസ്ലാമിൽ കുട്ടികളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? ഒന്നാമത് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സമ്മാനം എന്ന നിലയിലാണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. ഒരേ സമയം തന്നെ സമ്മാനമെന്നാണ്. രണ്ടാമത് കുട്ടികൾ പറയുന്നത് ഒരു അമാനത്ത് എന്ന നിലയിലാണ്. അതായത് വിശ്വസിച്ച് ഏൽപ്പിച്ച് തരുന്ന ഒരു വസ്തു എന്ന നിലയിലാണ് കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്ന് ബലാ എന്നുള്ളതാണ്, പരീക്ഷണം എന്ന നിലയിലാണ്. ഒരേ സമയം തന്നെ സമ്മാനമാവുന്നു, അതേസമയം തന്നെ അതൊരു അമാനത്ത്, അതായത് ഒരു ട്രസ്റ്റിഷിപ്പിൻ്റെ ഒരു ഭാഗമായി തരുന്നതാവുന്നു. മറ്റൊന്നൊരു പരീക്ഷണമായി, ഒരു ടെസ്റ്റ് എന്ന നിലയിൽ തരുന്നതാവുന്നു. അതായത് പാരൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ, കഴിയുന്നവരാണ് വിവാഹം കഴിക്കേണ്ടത്. ഖുർആൻ തന്നെ വിവാഹം കഴിക്കുന്നവരുടെ ഒരു മൂല്യമായി, ഒരു വാല്യൂവായി പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ് റുഷ്ദ് എത്തിയവരാണ് വിവാഹം കഴിക്കേണ്ടത്. അതായത് മെച്യൂരിറ്റി എത്തുക എന്നുള്ളതാണ്. ഒരു കാര്യത്തെ ഫൈനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും വൈവാഹിക കാര്യങ്ങളാണെങ്കിലും കൊണ്ട് നടത്താൻ കഴിവുള്ളവരാണ് വിവാഹത്തിലേക്ക് സമീപിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വയസ്സ് ഒരു ഘടകമല്ലാത്തത്. അത് കൂടിയാലും കുറഞ്ഞായാലും ആ ഒരു വകതിരിവ് എത്തുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ഒരു ബേസിക് ധാരണ എന്ന നിലയിൽ ഖുർആനും അല്ലെങ്കിൽ ഇസ്ലാം പറയണത്. പക്ഷേ ആ വകതിരിവ് എത്തുന്നവർക്ക് എന്തുണ്ടാവും? കുഞ്ഞുങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ധാരണയുണ്ടാവും. പക്ഷേ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു ഭാരമാവുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ വിവാഹത്തിൻ്റെ ഒരു പർപ്പോസിനെ കുറിച്ച്, അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട്. അത്
അദ്ദേഹം പറയുന്നത് വിവാഹം, അന്നത്തെ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണലായ ഒരു പാട്രിയാർക്കൽ പർപ്പോസാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ആണുങ്ങൾ അവരുടെ വെൽത്ത് ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടി, അടുത്ത ഒരു തലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി ഉണ്ടാവുന്ന ഒരു വാപ്പയിൽ നിന്ന്, ഒരു ഫാദറിൽ നിന്ന് തൻ്റെ പുത്രനിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് ഒരു പട്രേണിറ്റി പ്രോപ്പർട്ടി ബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളില്ല. പുരുഷന്മാരാണ് ഉണ്ടാവുക, ആണുണ്ടാവുക എന്നത് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ജാഹിലിയ കാലത്തെക്കുറിച്ച് പറയാറുണ്ട്. അവിടെയും ഈ ആണുങ്ങൾക്കാണ് പ്രാധാന്യമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂറോപ്പിലും ഈ അരിസ്ട്രോക്രസിയുടെ കൺസെപ്റ്റിൻ്റെ പ്രകാരം അരിസ്ട്രോക്രസി മുന്നോട്ട് വെച്ചൊരു സോഷ്യൽ ഓർഡർ ഉണ്ടല്ലോ, ആ സോഷ്യൽ ഓർഡറിൽ പെണ്ണുങ്ങളെക്കാളും ആണിന് പ്രാധാന്യം കൊടുക്കുന്ന നമുക്ക് യൂറോപ്പിൽ പോലും ജാഹിലിയ കാലത്ത് കണ്ട അതേ പിക്ചർ നമുക്ക് യൂറോപ്പിലും കാണുവാൻ കഴിയുമെന്നാണ്. അപ്പോൾ അതിനെ ഇസ്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇസ്ലാം ആലോചിച്ച് നോക്കുക, കുട്ടികളുടെ കാര്യം, അത് ആണായാലും പെണ്ണായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മാനമായും അത് അമാനത്തായും അത് പാരൻസിനുള്ള പരീക്ഷണമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. വിവാഹം എന്നത് ഒന്ന് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ളതാണ്. രണ്ട്, വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനുഷ്യന്മാരുടെ അവരുടെ ലൈംഗിക വ്യക്തിഗത താല്പര്യങ്ങൾ പരിരക്ഷിക്കാനും അത് പൂർത്തീകരിക്കാനുമാണ്. മറ്റൊന്ന് ആനന്ദത്തിനും ഉല്ലാസത്തിനും സമാധാനപരമായ ഒരു ജീവിതത്തിനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ ഖുർആൻ പറയുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മവദ്ദത്ത്, പ്രണയത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം. രണ്ട്, കാരുണ്യം, പരസ്പരം വിട്ടുവീഴ്ചയും സ്നേഹത്തിനും പൊരുത്തത്തിനും വേണ്ടിയിട്ടാണ് വിവാഹം. മൂന്നാമത് സുക്കൂൻ, അത് ശാന്തിക്ക് വേണ്ടിയിട്ടാണ് വിവാഹം. അതല്ലാതെ അത് ദരിദ്രനാവട്ടെ ധനികനാവട്ടെ, റിച്ചോ പൂവറോ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെയാണ് ഇസ്ലാം വിവാഹത്തെ പരിചയപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വിക്ടോറിയൻ മൊറാലിറ്റിയുടെ കാലഘട്ടത്തിൽ ഒരു അരിസ്ട്രോക്രസിയുടെ സോഷ്യൽ ഓർഡറാണ് അന്ന് നിലനിന്നതുകൊണ്ട് പിതാവിൽ നിന്ന് പുത്രനിലേക്ക് പോകുന്ന ഒരു ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ചരിത്രമാണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൽ ഫ്രീഡം എന്ന് പറയുന്നത് ആണിന് മാത്രമാവുക, പെണ്ണിന് സെക്ഷൽ ഫ്രീഡം ഉണ്ടാവാതിരിക്കുക. പെണ്ണെപ്പോഴും വിർച്യുവും ചാസ്റ്റിറ്റിയും മൂല്യവും ധാർമ്മികതയും സൂക്ഷിക്കുന്ന ഒരാളായി പിന്തുടരുക. അല്ലെങ്കിൽ ആണെന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ, സ്ത്രീ എന്ന് പറയുന്ന ഒരു പുരുഷൻ്റെ പ്രോപ്പർട്ടി റൈറ്റ്സിൽ പെടുന്ന ഒരു സെഗ്മെൻറ്റ് മാത്രമാണ്, വിഭാഗം മാത്രമാണ് സ്ത്രീ എന്നൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കണ്ടതായി ഇദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് ഇതൊക്കെയായിരുന്നു അവസ്ഥയെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടിന് ശേഷം യൂറോപ്പിൻ്റെ മുഴുവൻ സിസ്റ്റം, പാട്രിയാർക്കൽ സിസ്റ്റം വല്ലാണ്ട് മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് സംവിധാനം മാറുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റേബിളായ, ഒരു വളരെ സ്ട്രക്ചേർഡായ ഒരു എൻവയോൺമെൻറ്റാണ് ഇനി രൂപീകരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആ ഒരു തരത്തിലുള്ള വൈവാഹിക കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അദ്ദേഹം അന്ന് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു യൂറോപ്യൻ ജനത ഏത് തരത്തിലാണ് ധാർമ്മികതയും വിവാഹത്തെയും കാണേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കുട്ടികളെന്ന് പറയുന്നത് ഉള്ള ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളുള്ള ദമ്പതിമാർ അവരുടെ വിവാഹത്തെ വളരെ ശക്തമായി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും അതിനാവശ്യമായ മൊറാലിറ്റിയെയും നിയമത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. ആലോചിച്ച് നോക്കുക, അതായത് യൂറോപ്പിലുണ്ടായിരുന്ന ഫാമിലിയിലുണ്ടായിരുന്ന തകർച്ച, ലൈംഗിക വിഷയങ്ങളിലുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ, പൊതു ലോകത്തുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും അദ്ദേഹം ഒരു പരിഹാരം എന്ന നിലയിൽ പറയുകയാണ്. ആ പരിഹാരം എന്ന നിലയിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്, നമ്മൾ പ്രധാന ഒരു വിഷയമായ ഒരു ഇൻറ്റിമേറ്റ് കമ്പാനിയൻഷിപ്പിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ആ ഒരു പരിഹാരം എന്ന നിലയിൽ ഇനി ഒരു പ്രീ മാരിറ്റൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് അദ്ദേഹം വേറെ ചില പേരുകളൊക്കെ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് മാരേജ് പോലെ, അതായത് മാരേജ് അല്ലെങ്കിൽ പോലും ഒരു ഒന്നിച്ചാവണമെന്നില്ലെങ്കിൽ പോലും ഒരേ സമയം തന്നെ ഒരു പരീക്ഷണ ഘട്ടം എന്ന നിലയിൽ ആ ഒരു ബന്ധത്തെ കാണാം. അതിൻ്റെയൊക്കെ ഒരു മോഡേൺ രീതിയാണ് ഇന്നത്തെ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. അന്ന് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും അതിൻ്റെയൊക്കെ മോഡേൺ രീതികളാണ്. അതിന് അദ്ദേഹം പറയുന്നത്, അതായത് ഒരു തരത്തിലുള്ള കമ്പാറ്റിബിലിറ്റിയെ പരീക്ഷിച്ചുകൊണ്ട്
അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് അന്നുണ്ടായിരുന്ന കുടുംബത്തിൻ്റെ തകർച്ചയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചിന്തിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ പ്രശ്നം വരുന്നത് ഒന്നാമത് ഈ പ്രണയ ബന്ധങ്ങളും വൈവാഹിക ബന്ധങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഒന്ന് അത് ലീഗലി ബൗണ്ടഡ് ആണ്. വിവാഹം എന്ന് പറയുന്നത് നിയമപരമാണ് എന്നുള്ളതാണ്. വിവാഹം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്നു, സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്നു, നിയമത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്നു എന്നതാണ്. അതിന് പ്രധാന അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് വെച്ചാൽ ആ രണ്ട് പേർ കൂടി താമസിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ ഈ കുടുംബവും നിയമവും സമൂഹവും മതത്തെ ചേർത്ത് പറയുകയാണെങ്കിൽ മതവും കൂടി ഇടപെടുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും അവരുടെ ഇഷ്ടങ്ങളെ ചേർത്ത് വെക്കാനും അവർക്ക് കൂടെ നിൽക്കുവാനും ഈ പറയുന്ന ഫാക്ടേഴ്സ് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രണയത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല, ലീഗലി ബൗണ്ട് ആവുകയില്ല. അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നിയമപരമായ ഒരു സാധുതയില്ല, കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായി മതപരമായ ഒരു ആത്മീയപരമായ ബന്ധം അവിടെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ പറയുന്ന ഒരുപാട് ആബ്സെൻസുകൾ ഉണ്ടാവുന്നതോടുകൂടി അതുപോലെ തന്നെ വിവാഹത്തിലുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് മുമ്പിലുണ്ടാകുമ്പോൾ ഈ പറയുന്ന പ്രണയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഈ പറയുന്ന ഫാക്ടേഴ്സുകൾ അവിടെ ഉണ്ടാവുകയുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു ബന്ധത്തെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയുള്ളൊരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടക്ക കാലഘട്ടമാണ്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായൊരു സെക്ഷൽ ഫ്രീഡം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകളുടെ ഒരു സെക്ഷൽ ഫ്രീഡത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫ് അവർക്ക് നന്നായിരിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ലഭിക്കുമെന്നാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ പലപ്പോഴും വിവാഹത്തിൽ ഒരു അൺഹാപ്പി മാരേജസ് ഉണ്ടാവുന്നു എന്നാണ് പറയണത്. എക്കണോമി അതിന് പ്രധാന ഘട്ടമായി മാറുന്നു. ഇതിൽ നിന്നുള്ളൊരു മോചനം സംഭവിക്കുന്നതോടുകൂടി സ്ത്രീകൾ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റായി മാറുന്നു എന്നാണ് പറയണത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ സംസാരിക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചിട്ടാണ്. ഇസ്ലാമിൻ്റെ ഇൻഹെറിറ്റൻസ് ലോയുമായി ബന്ധപ്പെട്ട് നോക്കുക. കുടുംബത്തിലാണെങ്കിൽ സ്ത്രീക്ക് അവളുടെ അവകാശങ്ങൾ കിട്ടും. വിവാഹം കഴിച്ചു പോയാൽ മറ്റൊരു കുടുംബത്തിലേക്കാണ് ചേരുന്നതെങ്കിൽ അവിടെയും സ്ത്രീക്ക് സാമ്പത്തികമായ അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിലൂടെ സ്ത്രീകൾ കിട്ടുന്ന മഹർ എന്ന് പറയുന്ന സാമ്പത്തിക അവകാശമുണ്ട്. അത് അവൾക്ക് മാത്രം തൊടാവുന്നതാണ്. വിവാഹത്തിൽ ഒരു സ്ത്രീക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് വിവാഹത്തിൽ ചെലവഴിക്കേണ്ട യാതൊരു നിയമബാധ്യതയും സ്ത്രീക്കില്ല. പകരം അത് വിവാഹം കഴിക്കുന്ന ആളുടെ ബാധ്യതയാണ് കുടുംബത്തെ കൊണ്ടു നടത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ പരിപൂർണമായും സ്ത്രീകൾക്ക് കൊടുക്കുന്നത് കാണുവാൻ കഴിയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൊലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ഭാഗങ്ങളിൽ ഒരു സ്ത്രീ, അതായത് തൊലാഖ് ചെയ്യപ്പെടുന്ന ഒരു വേർപെടുത്തി നിൽക്കുന്ന സ്ത്രീ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് കൊടുക്കുന്ന ബ്രസ്റ്റ് മിൽക്കിന് പോലും, പാല് കൊടുക്കുന്നതിന് പോലും ഭർത്താവിൽ നിന്ന് സാലറി വാങ്ങാം എന്ന് പോലും ഖുർആൻ നിയമം എടുത്ത് പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് സ്ത്രീയെ പരമാവധി സാമ്പത്തികമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിലുള്ളത്. പക്ഷേ ഈ പറയുന്ന ഇദ്ദേഹം സംസാരിക്കുന്ന ഈ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിൽ, വിക്ടോറിയൻ ബ്രിട്ടീഷ് ഇമ്പീരിയൽസിൻ്റെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്നു എന്നാണ്. ഇദ്ദേഹം ഒരിക്കലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതും ഒരു കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് എന്നും കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൽ ഫ്രീഡം എന്നത് വലിയൊരു വിഷയമായിട്ടാണ് അദ്ദേഹം ഇത് എടുത്ത് പറയണത്. അദ്ദേഹം പറയുന്നത് ഒരു സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കംപ്ലീറ്റ് ലവിൽ ഇടപെടുന്ന ഒരാൾക്ക് സെക്ഷൽ റിലേഷൻ വലിയ ഒരു ഏറ്റവും നല്ല കാര്യമായി അദ്ദേഹം എടുത്ത് പറയുന്നു. ഇസ്ലാമിൽ സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാഹത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരാൾ വിവാഹം കഴിക്കുന്നതിലൂടെ അയാളുടെ പാതി ഈമാൻ, വിശ്വാസം പൂർത്തിയായി എന്നാണ്. ബാക്കി അയാൾ അല്ലെങ്കിൽ അവ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. വിവാഹത്തിൻ്റെ ലൈംഗികതയെ വളരെ ശക്തമായി നിലനിർത്താൻ പറയുന്ന ധാരാളം ഹദീസുകൾ കാണാം. ഖുർആനിൽ തന്നെ ഒരു അന്നിസാഉ ഹർസുൽ ലക്കും എന്നാണ് പറയണത്. അതായത് സ്ത്രീകൾ ഒരു കൃഷിയുമായി സാമ്യപ്പെടുത്തുന്ന ഒരു ആയത്ത് നമുക്ക് കാണാം.
പക്ഷേ ചില ആൾക്കാർ സ്ത്രീയെ കൃഷിയിടമായി കാണുകയും ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് ഇസ്ലാം സ്ത്രീയെ കാണുന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. ഒരു ലൈംഗിക ബന്ധത്തിൽ ഒരു കർഷകൻ തൻ്റെ കൃഷിയിലേക്ക് എങ്ങനെയാണോ സമീപിക്കുന്നത്, അതേ സൂക്ഷ്മതയോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് സ്ത്രീയെ അടുക്കേണ്ടത്, സമീപിക്കേണ്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശ്യം. അല്ലാതെ ഒരു കമ്മോഡിറ്റി എന്ന ഒരു അർത്ഥത്തിലല്ല. ആ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഏറ്റവും സുന്ദരമായ ഭാഷ എന്ന നിലയിലാണ് അത് പറയുന്നത്. ഹുന്ന ലിബാസുല്ലക്കും വ അന്തുൽ ലിബാസുല്ലഹുന്ന. മറ്റൊരായത്താണ്, അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. എത്രത്തോളം ഒരാളുടെ പ്രൈവസിയെ നമ്മൾ സംരക്ഷിക്കുന്നോ അത്രത്തോളം പരസ്പരം പ്രൈവസിയെ സംരക്ഷിക്കേണ്ടവരാണ്, വസ്ത്രം പോലെ ജീവിക്കേണ്ടവരാണ് എന്നാണ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത, അതിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് ഹദീസുകൾ ധാരാളം പറയുന്നുണ്ട്. ഇത്രത്തോളം തന്നെ ഫോർ പ്ലേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. സ്ത്രീയെ സന്തോഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇണയുടെ കൺസെൻറ്റ് വളരെ അനിവാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും. ഒരേ സമയം പരസ്പരം നന്നായി പ്രണയിക്കുവാൻ ഇസ്ലാം പറയുന്നത് കാണുവാൻ കഴിയും. ആണും പെണ്ണിനെയും ആണിനെയും നന്നായി പ്രണയിക്കുവാൻ, അതായത് വിവാഹബന്ധത്തിലുള്ള പ്രണയത്തെയാണ് ശക്തമായി എടുത്തു പറയുന്നത്. അതായത് ഈ ഇസ്ലാമിലൊരു വിവാഹം എന്ന് പറയുന്നത് സിന, വ്യഭിചാരം ഹറാമ ആകുന്നു എന്നതുപോലെ വിവാഹത്തിനുള്ളിലെ ലൈംഗിക ബന്ധം അതൊരു ഇബാദത്ത് എന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അത്രത്തോളം സുന്ദരമായ ഒരു ഇമേജാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടത് കാണുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അത് ഒരു ടാബുവായ ഒരു പശ്ചാത്തലമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ഫ്രീഡം ആവശ്യപ്പെടുന്ന ചിന്തകളാണ് അദ്ദേഹം അന്ന് മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അന്ന് വിവാഹം എന്ന് പറയുന്നത് പൊതുവേ കുട്ടികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്ലാമിൽ കുട്ടികളെ സൃഷ്ടിക്കുക എന്നത് അനിവാര്യ ഘടകമാണ് എന്ന് ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇണകളുടെ പ്രണയം അത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നും കൂടി പഠിപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം പ്രണയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം മൂസാ നബിയുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. മൂസാ നബി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യാത്രയായി പോകുന്ന ഭാഗത്ത് മദിയൻ ഭാഗത്ത് എത്തുമ്പോൾ ഷുഐബ് നബിയുടെ 2 മക്കളെ കണ്ടുമുട്ടുന്നു. അവർ കിണറ്റിൻ്റെ വക്കിൽ വെള്ളം കോരാൻ നിൽക്കുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ അത് വെള്ളം കൊടുക്കാതെ തടയുന്നു. അദ്ദേഹം അവരെ വകഞ്ഞു മാറ്റി വെള്ളം കൊടുക്കുന്നു. അപ്പോൾ അതിലൊരു മോൾ, ഷുഐബ് നബിയുടെ മകൾ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്, നബി ഇഷ്ടപ്പെടുന്നു. സ്വന്തം വാപ്പയോട് മറ്റൊരു ഇൻഡയറക്റ്റായിട്ട് അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കുന്ന പിതാവ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചു വരുത്തുകയും വിവാഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സുന്ദരമായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ ആ ഒരു പ്രണയത്തെ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് മകളുടെ താല്പര്യത്തെ പരിഗണിക്കുന്ന പിതാവെന്നാണ് ആ കഥയുടെ ഇത്. പ്രണയത്തെ ഒരു തൻ്റെ പുത്രിയുടെ ഞാനിവിടെ സ്ത്രീയാണ് പ്രത്യേകം, കാരണം സ്ത്രീയാണല്ലോ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. ഇവിടെ ഒരു സ്ത്രീയുടെ തൻ്റെ മകളുടെ പ്രണയത്തെ തിരിച്ചറിയുന്ന പിതാവ്, മകളുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പിതാവ് എന്ന നിലയിലാണ്. എന്ന് വെച്ചാൽ ആ ഒരു താല്പര്യത്തെ, അവളുടെ വ്യക്തിജീവിതത്തെ, കുടുംബജീവിതത്തെ അടുത്തറിയുവാൻ പിതാവിന് കഴിയണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ചില ഹദീസുകൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ വളർത്തി വലുതാക്കി വേണ്ട വിദ്യാഭ്യാസവും വളർച്ചയും മതവും തർബിയത്തും എല്ലാം നൽകി അവരെ വേണ്ട വിധം അവരെ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്ന ഹദീസുണ്ട്. ആൺകുട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഈ കുട്ടികൾ ഗിഫ്റ്റ് ആവുന്നതും കുട്ടികൾ ഒരാളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ കാരണമാവുന്നു, പ്യൂരിഫൈ ചെയ്യുവാൻ, കുട്ടികളെ നന്നാക്കി വളർത്തുന്നതോടുകൂടി ഒരാളുടെ ജീവിതം സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ആ ബന്ധം കാണാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത്, കുട്ടികളൊരു ഭാരം എന്ന് പറയുന്ന യൂറോപ്യൻ കൺസെപ്റ്റിനെ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുട്ടികൾ ഒരു ഗിഫ്റ്റും അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പെൺകുട്ടിയാണെങ്കിൽ കൂടുതൽ വലിയൊരു അനുഗ്രഹം എന്ന നിലയിൽ പറയുന്നു. കാരണം ഇവിടെ അതുകൊണ്ടാണ് മക്കൾ എന്ന് പറയുന്ന ഇസ്ലാം വലിയൊരു അസറ്റായി കാണുന്നത്. അതായത് എക്കണോമിക് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ കാണുന്നതിനെ കുറിച്ചിട്ടല്ല. ആ ഒരു വിഷയമാണ് ബെൻ റസൽ ചർച്ച ചെയ്യുന്നത്. കാരണം അന്നത്തെ ഒരു കാലഘട്ടം കുട്ടികളെ ഒരു എക്കണോമിക് അസറ്റായിട്ടാണ് കണ്ടിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല.
ഇസ്ലാം കുട്ടികൾ ഒരാൾ ദാരിദ്ര്യത്തിലാണെങ്കിലും ഒരു വലിയ ധനിക ജീവിതത്തിലാണെങ്കിൽ പോലും ഒരുപോലെ തന്നെ ഒരു അസറ്റ് എന്ന നിലയിലാണ്, ഒരു നിഅമത്തും ഒരു ഗിഫ്റ്റ്, അള്ളാഹുവിൻ്റെ ഗിഫ്റ്റ് എന്ന നിലയിലാണ് കുട്ടികളെ ഇസ്ലാം കാണുന്നതായി നമുക്ക് ഇവിടെ ഇസ്ലാമിൻ്റെ ചർച്ച നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇദ്ദേഹം ഡൈവോഴ്സുമായും കോൺട്രാസെപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളതാണ്. അതായത് അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കാതിരിക്കുക, സൃഷ്ടിക്കാതിരിക്കുക, അതിനുവേണ്ട ബർത്ത് കൺട്രോൾ അനിവാര്യമായി കൊണ്ടുവരിക എന്നൊക്കെ രീതിയിലുള്ള അദ്ദേഹം സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. എത്രത്തോളം എന്നാൽ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പോലും ഇദ്ദേഹം പറയുന്നുണ്ട്. കാരണം ദാരിദ്ര്യത്തിലുള്ളവർ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെയാണ് പറയണത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനും ഈ പറയുന്നതിലുള്ള ബർത്ത് കൺട്രോളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ, കാരണം മക്കൾ ഉണ്ടാവുക എന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പറയുന്നതെങ്കിൽ പോലും പ്രസവിക്കേണ്ടത് സ്ത്രീ ആയത് എന്നതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ശരീരഘടനയെ മാനിച്ചുകൊണ്ട് മാത്രമേ കുട്ടികളെക്കുറിച്ച് ആലോചിക്കാവൂ എന്ന് പറയുന്ന ചർച്ചകൾ നമുക്ക് ഇസ്ലാമിൽ കാണാം. അത് മാത്രമല്ല, ബർത്ത് കൺട്രോളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പോലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ ഇത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ അൽ അസ്ലി എന്ന് പറയുന്ന ഒരു സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്നു. അതായത് ഇത് പിൻവലിക്കുക, ഇൻ്റർകോഴ്സിൽ നിന്ന് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലിംഗം പിൻവലിക്കുന്ന ഒരു നിയമത്തെയാണ് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പോലും ആ പിൻവലിക്കുന്നതൊരു നിയമം അവിടെ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലിംഗം പിൻവലിക്കുമ്പോൾ അത് സ്ത്രീയുടെ കൺസെൻറ്റും കൂടെ വേണമെന്നാണ് പറയുന്നത്. കാരണം സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ലാതെ പിൻവലിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുക എന്ന് പറയുന്നത് അവളുടെ അവകാശത്തെ, കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അവകാശത്തിന് വിരുദ്ധമാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പിൻവലിക്കുകയാണെങ്കിൽ അത് സ്ത്രീയുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. കാരണം കുഞ്ഞ് എന്ന് പറയുന്നത് അനുഗ്രഹമാണ് എന്ന് ഇസ്ലാം പറയുമ്പോൾ അതിനാഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഗർഭചിത്രം ഇസ്ലാം ഹറാമാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ അബോർഷൻ ചില സാഹചര്യങ്ങൾ അനുവദനീയമാവുന്നു. കാരണം അത് പ്രസവിക്കേണ്ട സ്ത്രീയുടെ ശരീരത്തിന് ഉപദ്രവമാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് മാറുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് അബോർട്ട് ചെയ്യാം. കാരണം ഉമ്മയുടെ ശരീരത്തെയാണ് സംരക്ഷിക്കേണ്ടത് എന്നാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് രണ്ടുപേർക്കും അപകടമാണെങ്കിൽ ഒരാളെ രക്ഷിക്കുക എന്നുള്ളതാണ്, കുഞ്ഞിനെയല്ല ഉമ്മയെയാണ് രക്ഷിക്കേണ്ടത്. കാരണം ഇനിയും കുഞ്ഞുണ്ടാവാമല്ലോ എന്ന രീതിയാണ് അതാണ് അതിൻ്റെ പുറകിൽ കൺസെപ്റ്റ്. അപ്പോൾ ഇദ്ദേഹം ഈ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പാവങ്ങളിലാണ് കൂടുതൽ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സംസാരിക്കുന്നത്, ധനികരെ കുറിച്ചിട്ടല്ല. അതായത് പാവങ്ങൾക്ക് എന്തുകൊണ്ട് കുഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ, എന്തുകൊണ്ട് സൃഷ്ടിച്ചുകൂടാ? അവർക്കും ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ, അവരുടെയും ജീവിതം മുന്നോട്ട് പോകണ്ടേ. പക്ഷേ അദ്ദേഹം ജീവിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ലോകത്തെ അവർ ചിന്തിക്കുന്നുകൊണ്ടാണ്. സ്ത്രീകളും അതുപോലെ തന്നെ പോവർട്ടി എന്നൊക്കെ പറയുന്നത് താഴേക്കിടയിലുള്ള ലോകമാണ്. അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലാണ് റസൽ പോലും ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഡൈവോഴ്സ് വളരെ അനിവാര്യമായൊരു കാര്യമായി അദ്ദേഹം പറയുന്നത് വളരെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതൊരു സെക്ഷൽ ഫ്രീഡത്തിൻ്റെ വിഷയമായിട്ടാണ് ഡൈവോഴ്സിനെ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഡൈവോഴ്സ് ലഭിക്കുന്നതോടുകൂടി അവർക്കൊരു ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ഹാപ്പിനെസ്, ഇമോഷണൽ ഹോണസ്റ്റി, ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊക്കെയാണ് ഡൈവോഴ്സിനെ പോലും ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അവിടെ വിഷയം വരുന്നത് ഡൈവോഴ്സ് എന്നത് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഈ ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം അംഗീകരിക്കപ്പെടുന്ന ഒരു കൺസെപ്റ്റല്ല ക്രിസ്ത്യൻ കൺസെപ്റ്റുകളിൽ. പക്ഷേ ഇസ്ലാമിൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഡൈവോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഹുൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി തന്നെ. അവർക്ക് നിയമപരമായി സമീപിച്ചുകൊണ്ട് ഡൈവോഴ്സ് നേടാം എന്നൊരു നിയമം ഓൾറെഡി തന്നെ ഇസ്ലാം വെക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ആരുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മാറാം. ചില ഹദീസുകൾ തന്നെ ഉണ്ട്. ചില സഹാബി വനിത ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്ന് പറയുന്നു, നബി എനിക്ക് ഡൈവോഴ്സ് വേണം. കാരണങ്ങൾ ചോദിക്കുന്നു, എനിക്ക് നിർബന്ധമായി വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈവോഴ്സ് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കണം. അവിടെ വേറെ ചർച്ചകളില്ല. കാരണം ഒരു സ്ത്രീ അഡമൻ്റായി നിന്നുകൊണ്ട് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് അർത്ഥം? തൃപ്തിയില്ല എന്നാണല്ലോ ലൈഫിൽ. കാരണം
ചില റിപ്പോർട്ടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബാദുൽ ഹലാൽ ഇൻദല്ലാഹി അത്വലാഖ്. ഒരു റിപ്പോർട്ടാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഹലാൽ എന്ന് പറയുന്നത് ത്വലാഖാണെന്നാണ്. അത് ഹലാലാണ്, പക്ഷെ അത് വെറുക്കപ്പെട്ടെന്ന് പറയാൻ കാരണം ഒരു കുടുംബ ബന്ധം ചേർന്ന് പോവുകയും ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇസ്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഫാമിലി ഓറിയൻറ്റഡായ ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്, അതിനെതിരെയുള്ള കൺസെപ്റ്റിനെ അല്ല. അതാണ് ഇസ്ലാമിൻ്റെ പ്രധാന ഒരു ആശയം. അതുകൊണ്ടതാണ് ഈ ത്വലാഖിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടത്. കാരണം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം മനസ്സിലാക്കുകയും ഇഴുകി ജീവിക്കുകയും അവരിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് നല്ല ജീവിതം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടുപേരുടെയും കർത്തവ്യം. ഒരാളുടെ കർത്തവ്യമല്ല, രണ്ടുപേരുടെയും കർത്തവ്യം. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന്, വിവാഹം എന്ന് വെച്ചാൽ കുടുംബവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. അത് പൊതുവേ ഈ ക്രിസ്ത്യൻ മൊറാലിറ്റി യൂറോപ്യൻ ലോകത്ത് അങ്ങനെ ചർച്ചകളെ ഉണ്ടായിരുന്നില്ല. ഒന്നാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു ആശയം അതാണ്, ബിർറുൽ വാലിദൈൻ. കാരണം ആ ഒരു വിഷയത്തെ ഇബാദത്തിനോട്, അള്ളാഹുവിനോടുള്ള ആരാധനയോടാണ് ചേർത്ത് വെക്കുന്നത്. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നൊരു ആയത്തുണ്ട്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് അള്ളാഹു വിധിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മാതാപിതാക്കളോട് നന്നായി പെരുമാറാനും വിധിച്ചിരിക്കുന്നുവെന്നാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്തിനോടാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ നന്മയെ ചേർത്ത് വെക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതാണ് തർബിയത്തുൽ ഔലാദ്, മക്കൾക്കുള്ള ശിക്ഷണം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയെ ജനിപ്പിച്ചു എന്നതുകൊണ്ട് ഒരാൾ മാതാവും ഒരാൾ പിതാവുമാവുന്നില്ല. അവരെ സംരക്ഷിച്ച് വളർത്തുമ്പോൾ മാത്രമേ മാതാവും പിതാവുമാവുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കഴിവുള്ളപ്പോഴാണ് അവർ മക്കളെ ജനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കേണ്ടത്. മൂന്നാമത് പറയുന്ന ഹുഖൂഖു സൗജൈൻ എന്നാണ്. ഈ പാരൻസിൻ്റെ, അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, അതായത് ഭാര്യയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭർത്താവിന് അവകാശം മാത്രമല്ല, ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. റെസ്പോൺസിബിലിറ്റിയും റൈറ്റും ഒരുപോലെ ഇസ്ലാം സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. ചില ഹദീസുകളിൽ ഒരു സഹാബി വനിത, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെന്ന് പറയുന്നു, എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, നല്ല തഖ്വയും നല്ല ഈമാനും ഒക്കെ ഉള്ള ആളാണ്, പക്ഷേ രാത്രിയോളം ഫുള്ള് നിസ്കരിക്കുക, എന്നെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. ആ സ്ത്രീ വന്ന് നബിയുടെ അടുത്ത് പരാതി പറയുകയാണ്. ഞാൻ പറയണമെന്ന് ആലോചിച്ച് നോക്കുക. സെക്സിനെ കുറിച്ചും ലൈംഗിക ബന്ധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കാൻ മടിക്കുന്ന വിക്ടോറിയൻ കാലഘട്ടമായിരുന്നില്ല, 7-ാം നൂറ്റാണ്ടിലെ കാലഘട്ടം എന്നാണ് എൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം മനസ്സിലാക്കുകയും ആ സഹാബിയെ വിളിച്ചു വരുത്തി തിരുത്തുകയും ചെയ്യുന്നത് കാണാം. അവരോട് പറയുന്നത്, നിൻ്റെ ഭാര്യയ്ക്ക് മേൽ നിനക്ക് ഹക്കുണ്ട്, അവകാശമുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ മേൽ ഹക്കുണ്ട്, അവകാശമുണ്ടെന്നാണ്. അവിടെ കാര്യം നീ പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഈ തരത്തിൽ 3 കുടുംബ ബന്ധം എന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്നത്, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം, മക്കളോടുള്ള ഉത്തരവാദിത്തം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള റെസ്പോൺസിബിലിറ്റിയും റൈറ്റുമാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ ചർച്ചകളിലൊന്നും നമുക്ക് കാണുവാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ ആണ് ഇസ്ലാം ബെർണൻ റസ്സൽ പറയുന്ന ഒരു ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം ഈ വിഷയത്തെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിക്ടോറിയൻ 1929 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കിതാബ് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ മൊറാലിറ്റി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ വിക്ടോറിയൻ മൊറാലിറ്റിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ രചനയാണ്. അതിനെ ഇസ്ലാം എന്ന് പറയുന്നൊരു വലിയ ആശയത്തോടും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹവും ദാമ്പത്യവും കുടുംബം എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിനോടും ചേർത്ത് വെക്കാൻ പോലും കഴിയാത്ത ഒരു സംവിധാനമാണ്. 1900 തുടക്കത്തിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശമോ അനന്തരാവകാശമോ ഒരു സാമൂഹിക ജീവിതമോ ഒരു സ്റ്റാറ്റസോ നൽകാതിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത് 7-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ നൽകിയ ഒരു ലോകത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സമീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും സിമിലാരിറ്റിയോ ഫെമിലാരിറ്റീസോ നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഇസ്ലാമിൻ്റെ വിവാഹ ദാമ്പത്യ കുടുംബജീവിതവും ഈ പറയുന്ന യൂറോപ്യൻ വിക്ടോറിയൻ കൺസെപ്റ്റുകളിലെ ചർച്ചയും അതിനെതിരെയുള്ള വിമർശനങ്ങളും. അതുകൊണ്ട് ഈ വിഷയത്തെ കൂടുതൽ പ്രസക്തമായി തന്നെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.